നമുക്ക് രാവിലെ ശകലം നെയ്യ് എടുക്കാമേ. ഞാനതിന് പാൽ ഉറയൊഴിച്ച് തൈര് ആക്കി കഴിഞ്ഞ് അതിൻ്റെ മേൽഭാഗത്തെ നെയ്ഭാഗം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് കലക്കിയാണ് നെയ്യ് എടുക്കുന്നത്. ഐസ് വെള്ളം ഒഴിച്ചത് ഞാൻ കാണിക്കാമേ. നെയ്യ് തെളിഞ്ഞ് നമുക്കിനി നെയ്യ് എടുക്കാം. ഇതെടുത്തിട്ട് ഇതുണ്ട്, നമുക്ക് ഇതിനകത്തോട്ട് മാറ്റാമേ. ആദ്യത്തെ പാത്രത്തിൽ കൊള്ളു കയറാനിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് അതങ്ങ് മാറ്റി. ചിലർ പാടയെടുത്ത് ഇതുപോലെ വെച്ചിട്ട് നെയ്യെടുക്കും, പക്ഷേ അത് ഭയങ്കര മെനക്കേടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനിങ്ങനെ എടുക്കുന്നത്. ഇതിന് ഞാൻ ശകലം നേരം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുവേ. എന്നിട്ട് നമുക്കിത് കഴുകി വെണ്ണയാക്കി എടുക്കാം. ഇനി നമുക്കിതിനകത്ത് വെള്ളം ഊറ്റിയെടുക്കാമേ. കട്ടയായി എൻ്റെ ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചാണേ. കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടെ കഴുകിയെടുക്കാമേ. നമുക്കതിൽ നിന്ന് ഇത്രയും വെണ്ണ കിട്ടിയേ. ഇനി നമുക്കിത് ഉരുക്കി നെയ്യാക്കാമേ. ഞങ്ങളുടെ അമ്മ പണ്ട് മരക്കലം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, അതിനകത്ത് കടഞ്ഞായിരുന്നു വെണ്ണ എടുക്കുന്നത്. എന്നാൽ ഇത്രയൊന്നും വെണ്ണ കിട്ടത്തില്ല, ശകലമേ കിട്ടത്തുള്ളൂ. ഞങ്ങളെല്ലാം പോയി കൈ നീട്ടി നിൽക്കും. എന്നിട്ട് കൈ ശകലം നക്കാൻ തരും. ഇത് പറ്റി വരുന്നുണ്ട്. അതിന് നെയ്യ് തെളിഞ്ഞ് കക്ക മൂത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു പരുവുണ്ട്, അന്നേരം അത് വാങ്ങുന്നത്. നെയ്യ് തെളിഞ്ഞ് വരുന്നുണ്ടോ? കുറേ നേരം കൂടെ വേണം ഇത്. പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പൊട്ടിൽ നിന്ന് കഴിയുമ്പോൾ കക്ക മൂക്കും. അന്നേരം ഇത് വേണം ഇത് വാങ്ങിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാമേ. ഇരുമ്പിച്ചിട്ടിയല്ല, അതിൻ്റെ ചൂട് ശകലം കൂടെ അത് മൂക്കാനുള്ളത് മൂത്ത് വന്നോളുവേ.